എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതലും ചർച്ചയായിട്ടുള്ള ഒരു പോസ്റ്റാണിത്. ഈ പോസ്റ്റിന്റെ കൂടെ ഒരു പടമുണ്ട്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടേത്. ഏറ്റവും കൂടുതലും ചർച്ചയാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഗണേഷ് കുമാർ തന്നെയാണ്. നമുക്കറിയാം പത്തനാപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നിട്ടുള്ള ചില പ്രണയബന്ധങ്ങൾ. ഈ പ്രണയബന്ധങ്ങളെ പറ്റി എന്താണ് പറയാനുള്ളത്? 5000 പ്രണയങ്ങളിലൊന്ന്. പക്ഷേ നമ്മളിവിടെ പറയേണ്ടത്, രാഹുൽ ആദ്യം പറഞ്ഞ ആ ഡയലോഗ് ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാനായിരുന്നു അവരുടെ ഒരേ ഒരു രാജാവ്. ആ ഒരു ഡയലോഗ് പറയണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ചിത്രം വരണമെന്നുണ്ടെങ്കിൽ, നല്ലവനായ ഒരു മനുഷ്യന് നേരെ ചൂണ്ടിയ 100 കണക്കിന് വിരലുകൾ, എറിയപ്പെട്ട കല്ലുകൾ, അതൊന്നും ശരീരത്തിൽ കൊണ്ടും മുറിഞ്ഞിരുന്നു. അതേ ഒരു നേരത്തെ പുഞ്ചിരിയോട് കൂടി നേരിട്ട് കൊണ്ട് ആ മുറിവിനെ മേലെ ഒരു ടൗല് വെച്ച് പൊത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഒരു മനുഷ്യൻ, കോട്ടയംകാരുടെ കുഞ്ഞു കേരളത്തിന്റെ മനുഷ്യനായ മുഖ്യമന്ത്രി. അല്ല, അവിടെ ഗണേഷ് കുമാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, എനിക്കെന്നും ശത്രുക്കൾ വീട്ടിൽ നിന്നായിരുന്നു എന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശത്രു എന്ന് പറയുന്നത് ബാലകൃഷ്ണപിള്ള സാർ തന്നെ ആയിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പലപ്പോഴും എന്റെ മകനല്ല എന്ന് ഗണേഷ് കുമാറിനെ ആട്ടി ഓടിക്കുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ നിന്നാണെങ്കിലും മകനും അച്ഛനും കൂടെ ഒന്നാകുന്ന ഒരു സാഹചര്യം കേരള രാഷ്ട്രീയം കണ്ടതാണ്. പക്ഷേ ഇന്ന് ഗണേഷ് കുമാർ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗണേഷ് കുമാറിന്റെ ഭാര്യ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു ദൃശ്യം, ഗണേഷ് കുമാറും മറ്റൊരു സ്ത്രീയുമായി കിടക്ക പങ്കിടുകയാണ്. ഇതുവർ ഫോണിൽ പകർത്തുന്നു. ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാഴ്ച. അതെ, ഫോണിൽ പകർത്തുന്നു. എന്നിട്ട് അവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നൊരു സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. കേരള രാഷ്ട്രീയത്തിലാണ്. അതിനുശേഷം ഇവിടെ ഇത് ചർച്ചയാകുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത് അവരുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഗണേഷ് കുമാർ മന്ത്രിയാണ്. പക്ഷേ അവിടെ നടക്കുന്നത് പിന്നീട് ആ ഫോൺ തട്ടിപ്പറിക്കാനായിട്ട് ഗണേഷ് കുമാറിന്റെ PA വരുന്നു. PA വന്നിട്ട് പറയുകയാണ്, സാറിനൊരു അബദ്ധം പറ്റി മേഡം ഒന്ന് ക്ഷമിക്കൂ. ഇതായിരുന്നു PAയുടെ വാക്കുകൾ. അതിനപ്പുറത്തേക്ക് ഈ വിഷയം ആദ്യം തന്നെ ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ ബന്ധു എന്ന് പറയുന്നത് ആ ശ്രീലേഖയാണ്. ആ ശ്രീലേഖയുമായി ബന്ധപ്പെടുന്നു. അവർ പറയുന്നു, മോളെ നീ 112 വിളിക്കും. അവർ വിളിക്കുന്നു. അവിടെ നീതി ലഭിച്ചില്ലല്ലോ. അല്ല, പോലീസ് വന്നു. പോലീസിനോട് അകത്ത് കയറരുത്, ഇത് കീഴൂട്ട് തറവാടാണ്, കീഴൂട്ട് തറവാട്ടിൽ പോലീസ് കയറേണ്ട ആവശ്യമില്ല, ഇത് മേഡത്തിന്റെ സ്വന്തം വീടല്ലേ, മേഡത്തിന് എപ്പോ വേണമെങ്കിലും കയറി ഇറങ്ങി പൊക്കൂടെ എന്ന് ചോദിക്കുന്ന സെക്രട്ടറി അടുത്തുണ്ട് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അകത്തേക്ക് കയറുന്നു, വാതിലടയ്ക്കുന്നു. അവർ ഹെൽപ്പ് മീ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ആരും സഹായിക്കാൻ വന്നില്ല. ആ സമയത്ത് ഫോൺ തട്ടിപ്പറിക്കാനായിട്ട് കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫ് ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മന്ത്രി ഉപദ്രവിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ ആരോപണങ്ങളാണ് വരുന്നത്. ഈ ആരോപണങ്ങളാണ്, ഈ വനിതാ ദിനത്തിൽ നടക്കുന്ന ഈ ആരോപണങ്ങളാണ് ഇപ്പോ കേരള സമൂഹം ചർച്ച ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇതിനകത്ത് മറ്റൊരു കാര്യങ്ങളുണ്ട് രാഹുലെ. ഈ മന്ത്രിയുടെ കൂടെ കണ്ടു എന്ന് പറയുന്ന യുവതിയെ തിരിച്ചുകൊണ്ടാക്കിയത് പേഴ്സണൽ സെക്രട്ടറി ആണ്. അപ്പം ഇവരെല്ലാവരും കൂടെ കൊടി പിടിച്ചാണ്. നമ്മുടെ വിഷയം ഇതൊന്നും അല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞ ആ ഡയലോഗും അതിൻ്റെ കൂടെ പ്രചരിക്കുന്ന മലയാളക്കരയുടെ കുഞ്ഞിൻ്റെ ചിത്രവും. അതെ, ഒരുപാട് നീറിയും വേദനിച്ചും ഒരുപാട് ഹൃദയം തകർന്നുമാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തെ ഒരു അർബുദമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതെന്നുണ്ടെങ്കിൽ പോലും ആ മനസ്സ് മുൻപേ മരിച്ചിരുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കൂട്ടിയിട്ടുള്ള കുറേ യോഗങ്ങളുണ്ടായിരുന്നു. അത് ഒരു പോലീസിന്റെയും എസ്കോർട്ടോട് കൂടി ആയിരുന്നില്ല. ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി വരുന്നു, അദ്ദേഹം നിവേദനങ്ങൾ മേടിക്കുന്നു. അതുമൂലം വീൽ ചെയർ ലഭിച്ചവർ, വീട് ലഭിച്ചവർ, വിവാഹം നടന്നവർ, ചികിത്സ ലഭിച്ചവർ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ മനസ്സിലാണ് അദ്ദേഹം ദൈവം. അല്ലാതെ ഈ പറയുന്ന പോലെ പുതുപ്പള്ളിയുടെ വിശുദ്ധനായ കുഞ്ഞൊന്നും അല്ല. സാധാരണ മനുഷ്യനായി ജീവിച്ച്, സാധാരണ മനുഷ്യനായി വളർന്ന്, സാധാരണ മനുഷ്യനായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി, ഒടുക്കം സാധാരണ മനുഷ്യനായി മരണത്തിലേക്ക് നടന്നു പോയ കുഞ്ഞു വിശുദ്ധനാകുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടുള്ള 100 കണക്കിന് ആൾക്കാരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം ഒരു കെടാവിളക്കായി തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. തെളിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം കേരളത്തിലേക്ക് നടന്ന അദ്ദേഹത്തിന്റെ വിലാപയാത്രയുണ്ട്. ആ വിലാപയാത്രയിൽ കൂടിയിട്ടുള്ള മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ തേങ്ങലുണ്ട്. അവിടെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ദൈവമാകുന്നത്. ഉമ്മൻചാണ്ടി ഒരു പുണ്യാളൻ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല രാഹുലെ. തനിക്ക് നേരെ നീട്ടപ്പെട്ട ഒരു കരിക്ക്, ആ കരിക്കിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. ഒരു ജനപ്രതിനിധിയെ കാണുവാനായി ആ വേദിയിൽ അനേകം ആൾക്കാർ വരും. അവർക്കെതിരെ ചെവി കൊടുക്കാതെ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല. തന്റെ അടുത്ത് വന്ന് എന്തോ പറയുന്ന ആ ഒരു സ്ത്രീയെ അദ്ദേഹം ഒരുപക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കില്ല.
അദ്ദേഹം മറന്നുപോയിരിക്കാം. ആ ഒരു ഫോട്ടോയും തനിക്ക് നേരെ നീട്ടപ്പെട്ട ഒരു കരിക്കും വെച്ച് വെറും 18 പേജ് ഉണ്ടായിരുന്ന ഒരു കുറ്റപത്രത്തെ 24ഓളം ഫയലുകളാക്കി മാറ്റി എഴുതി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ നേതാവിനെ അധികാരത്തിൽ നിന്നും ഇറക്കി അദ്ദേഹത്തെ ഏറ്റവും നാണക്കേടിലേക്ക് തള്ളിവിട്ട് അദ്ദേഹത്തെ ഒടുക്കം മരണത്തിന്റെ പടിവാതിൽക്കലേക്ക് നടത്തിവിട്ട ഒരു നരാധമൻ, കാലത്തിന്റെ കാവിനി എന്ന് പറയുന്ന പോലെ ഇന്ന് അനുഭവിക്കുന്നത് എന്താണ് രാഹുലെ? അന്നൊരു ആരോപണം മാത്രമായിരുന്നത് തെളിവടക്കമാണ്. അന്ന് ചൂണ്ടിയ വിരലുകൾ പരിചിതമല്ലാത്ത വിരലുകളായിരുന്നുവെങ്കിൽ ഇന്ന് തനിക്ക് നേരെ ചൂണ്ടി നിൽക്കുന്ന വിരല് തന്റെ ചൂടേറ്റ് തന്റെ കിടപ്പിലേക്ക് കിടന്നില്ല. തന്റെ ഭാര്യയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ ഭർത്താവിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടിരിക്കുന്നു, അതിന്റെ പേരിൽ അയാളുടെ പേഴ്സണൽ സെക്രട്ടറി എന്നെ ആക്രമിച്ചിരിക്കുന്നു, ഞാൻ പോലീസിന്റെ സഹായം തേടിയപ്പോൾ വന്ന പോലീസുകാർ പോലും എന്റെ ഭർത്താവ് എന്ന് പറയുന്ന മിനിസ്റ്ററുടെ മുന്നിൽ പഞ്ചഉച്ച മടക്കി നിൽക്കുന്നു. ഇതെന്ത് നീതിയാണ് ഇവിടെ സ്ത്രീകൾക്ക് ലഭിക്കാനുള്ളത്? സ്വന്തം ഭർത്താവ് ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൊട പിടിച്ച് നിൽക്കണം ഒരു പെണ്ണ്. അതാണ് പറഞ്ഞു വരുന്നത്. അല്ല, ഈ സ്ത്രീക്ക് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ ഒരു സ്ത്രീകൾക്കും നീതി കിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകും. നമുക്കറിയാം, മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാണ് നീതി കിട്ടുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ. ഇതൊക്കെ മാറ്റപ്പെടേണ്ടതാണ്. കാരണം ഒരു എന്താ പറയുന്നത്, ഒരുവൻ കൊള്ളരാത്തവനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന്റെ പേരിൽ ആരോപണം ഉണ്ടാക്കിയാൽ അവനെ മാറ്റി നിർത്തണം. എന്ത് വിശ്വാസത്തിലാണ് ജനങ്ങൾ ഇവനൊക്കെ ഇനി വോട്ട് ചെയ്യേണ്ടത്? നാട് മുഴുവൻ പെണ്ണ് പിടിച്ചു നടക്കുന്നതിന്റെ പേരിലോ? അയാൾ തന്നെ സംഭവിച്ചു എനിക്ക് 5000 പ്രണയങ്ങളുണ്ട്. ഇതെന്ത് അവാർഡ് വല്ലതാണോ? 5000 അവാർഡുകൾ മേടിച്ചു കൂട്ടിയല്ലോ പറഞ്ഞത്. എനിക്ക് 5000 പ്രണയമുണ്ട്. എന്നോട് കമല സൂര്യയോടും ഒക്കെ പ്രണയത്തെ കുറിച്ച് ചോദിക്കരുത്. നാണമെന്ന് പറയുന്ന സാധനം ഉണ്ടോ? എന്റെ പ്രണയങ്ങൾ കൂടുമ്പോഴാണ് പത്തനാപുരത്ത് എനിക്ക് ഭൂരിപക്ഷം കൂടുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലും എനിക്ക് ഭൂരിപക്ഷം കൂടും. എന്റെ എക്സ്ട്രേ പത്തനാപുരം കയ്യിലുണ്ട്. അതാണ് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു വരുന്നത്. ഇവൻ പച്ചയ്ക്ക് പറഞ്ഞു വരുന്നത് എന്താണ്? പത്തനാപുരത്ത് വോട്ട് ചെയ്യുന്നവന്റെ എല്ലാവരുടെയും വീടിന്റെ ഭാഗത്ത് ചെന്ന് മുട്ട് വന്നു. അതോ ഇവന് വോട്ട് ചെയ്യുന്നവന്മാരെല്ലാം പെമ്പറോത്തുകാരെ ഇവർ വിട്ടുകൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്ത് ഭർത്താവാണ്? ഇതിനു വേണ്ടി ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്കുകളുടെ കട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്യേണ്ടി വരും. പച്ച മലയാളത്തിൽ പറഞ്ഞ പിതൃശൂന്യതയില്ലായിക. അങ്ങനെ പറയാതിരിക്കാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഭരിച്ചു പോയിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദനുണ്ട്. അദ്ദേഹത്തിനെതിരെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന കഴിഞ്ഞതിന് ശേഷം നിയമസഭയിൽ ചെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ഷമാപണം നടത്തി. പക്ഷെ ഇന്നും ക്ഷമാപണം നടത്താത്ത ഒരേ ഒരാൾ KV ഗണേഷ് കുമാർ MLA ആണ്. അദ്ദേഹം വന്നിരുന്നു VS അച്യുതാനന്ദന്റെ മരണത്തിന്റെ ചടങ്ങുകളിൽ. എന്തുതന്നെയാണല്ലോ നീട്ടിപ്പിടിച്ച മൈക്കിന് മുന്നിൽ നിന്ന് ഞെട്ടിമാറി പോയതാണല്ലോ രാഹുലിന് മുന്നിൽ. അതെ, കാരണം അന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവനയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ VS അച്യുതാനന്ദന്റെ കാമപ്രാന്ത് അത് പ്രായത്തിൻ്റെത് കൊണ്ടാണ് എന്ന് പറയുന്ന രീതിയിലുള്ള, ഇന്ന് അദ്ദേഹത്തിന് 59 വയസ്സുണ്ട്. വേണമെങ്കിൽ ആ പ്രസ്താവനകൾ സ്വയം സ്വീകരിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില ചാരിത്ര പ്രസംഗങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള ചാരിത്ര പ്രസംഗങ്ങൾ ഇന്ന് വേണമെങ്കിൽ സ്വയം എടുത്ത് ആനന്ദിച്ച് കാണാം. സ്വന്തമായിട്ട് തനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ആദ്യമേ തന്നെ ഉണ്ടാക്കിയെടുത്തതിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് കണ്ടിട്ട് സ്വയം ഒരു കുളിർമൈക്കൊള്ളാം. അറിയാലോ, കാരണം ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഒരു 10-20 വീഡിയോ ചിത്രീകരിക്കുന്ന ആളുകളുണ്ടാവും. അത് നമുക്കറിയാം. അദ്ദേഹം പത്തനാപുരം കേന്ദ്രീകരിച്ച് എപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലും കൂടെ 10,000 2,000 കൊടുത്തിട്ട് ഓരോ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയും കൊണ്ടു നടക്കും. അവർ സാർ പറയൂ സാർ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഇങ്ങനെ ദാസ്യന്മാരെ പോലെ അദ്ദേഹത്തിന്റെ പുറകെ നടക്കും. അദ്ദേഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒപ്പിയെടുക്കാനായിട്ട്. എന്തുകൊണ്ട് അവരെ അദ്ദേഹം കൂടെ കൂട്ടിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു പത്തനാപുരത്തേക്ക് ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ. വാളകത്തെത്തുമ്പോഴത്തേക്കും അദ്ദേഹം ഇവരെല്ലാം ഒഴിവാക്കും. പിന്നീട് വീട്ടിൽ വെച്ച് ഈ വിഷയങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്റെ ഭാര്യ അവിടേക്ക് വരണമെങ്കിൽ അതെന്താണെങ്കിലും ഒരു ദൈവനിശ്ചയമാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വേണമെങ്കിൽ പുതുപ്പള്ളിയുടെ ആ പുണ്യാളനെ പറഞ്ഞിട്ടുള്ള, പുണ്യാളനെതിരെ ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടിയ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഗതാഗത മന്ത്രിക്ക് ഇനി ഇതിൽ കൂടുതൽ ഒന്നും ലഭിക്കാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം ഭാര്യ തന്നെ തള്ളി പറയുന്ന ഒരു സാഹചര്യം, സ്വന്തം ഭാര്യ നഗ്ന ദൃശ്യങ്ങൾ, അതും തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു സാഹചര്യം, അത് സമൂഹത്തിനോട് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം. ഒരു മന്ത്രിക്ക്, ഒരു ജനപ്രതിനിധിക്ക് ഇതിലും വലിയ അടിയൊന്നും കിട്ടാനില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ചെയ്തതിനെല്ലാം ഇന്ന് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം ഓർക്കും, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പല തവണയായിട്ട് ഓർക്കും, വീണ്ടും ഓർമ്മിപ്പിക്കും. ഓർത്തില്ലെങ്കിൽ ഇവിടുത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ വീട്ടുവാതക്കലേക്ക് ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് ചെന്നിരിക്കും. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്.
കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. രാഹുലെ, ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കാലം ഒന്നിനും കണക്ക് പറയാതെ പോയിട്ടില്ല, പോയ ചരിത്രവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ബൈബിൾ വചനമാണ് എനിക്കിവിടെ പറയാനുള്ളത്. നീ ഏതായുധം കൊണ്ട് മറ്റൊരുവനെ മുറിവേൽപ്പിക്കുന്നുവോ അതേ ആയുധം കൊണ്ട് നിനക്കും മുറിവേൽക്കും. നീ എത്ര ഉയരത്തിലിരുന്ന് ചിരിക്കുമോ അതേ ഉയരങ്ങളിൽ നിന്ന് തന്നെ നീ താഴേക്ക് നിപതിക്കും. നിലത്ത് വീഴുമ്പോൾ മണ്ണോട് മണ്ണാകുമ്പോൾ നീ അറിയും നീ ചെയ്ത ചെയ്തികൾ നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടെന്ന്, എന്താണെങ്കിലും വാതിലുകൾ തുറക്കുന്നുണ്ടെന്ന്. അല്ല, എന്താണെങ്കിലും ഇതൊക്കെ അദ്ദേഹം നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു. കാരണം ഇതിനു മുമ്പിട്ട് അദ്ദേഹം കൊടുത്തൊരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, പത്തനാപുരത്ത് എനിക്കെതിരെ വലിയ പടയൊരുക്കങ്ങൾ ഒരുങ്ങുന്നുണ്ട്, എനിക്കെതിരെ വീണ്ടും ലൈംഗികാരോപണ പരാതികൾ ചിലപ്പോൾ വന്നേക്കാം, ഇലക്ഷനൊക്കെ അല്ലേ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഒരു പരാതിയുമായിട്ട് വരുമെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചു കാണില്ല. ചിന്തിച്ചില്ല എന്നുള്ളത് മാത്രമല്ല രാഹുൽ, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം. അല്ല, അദ്ദേഹം പറയുന്നുണ്ട് ഇതെല്ലാം ഈ വിഷയം വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇതെല്ലാം കോൺഗ്രസ്സുകാർ ചെയ്യിപ്പിക്കുന്നതാണ്, കോൺഗ്രസ്സുകാരാണ് ഇതെല്ലാം ചെയ്തത്. അപ്പം ഭാര്യ ചോദിക്കുന്നുണ്ട്, വീട്ടിലെ കിടക്കുന്ന കട്ടിലിൽ കിടക്കുന്ന ഫോട്ടോ കോൺഗ്രസ്സുകാരും എടുത്തതല്ലല്ലോ, ഞാൻ തന്നെയല്ലേ എടുത്തതെന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്തനാപുരത്തൊരുങ്ങിയ പടക്കോപ്പുകൾക്കിടയിൽ ബീരങ്കി ഗണേഷ് കുമാറിന്റെ കയ്യിലാണെന്നുള്ളത് അറിയാൻ ജനങ്ങൾ വൈകിപ്പോയല്ലെന്ന് ഓർത്ത് 1.5 പൊട്ടലല്ലേ പൊട്ടിയത്, ഇജാതി ശബ്ദം.